ഇതുകൂടാതെ ഭാരത സർക്കാർ ഓഗസ്റ്റ് 2020 മുതൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കീഴിൽ നശാമുക്ത ഭാരത് അഭിയാൻ എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ഈ പദ്ധതി പ്രകാരം ഇന്ത്യയിൽ സബ്സ്റ്റൻസ് യൂസിൻ്റെ കാര്യത്തിൽ ഏറ്റവും പരിതാപകരമായി നിൽക്കുന്ന 272 ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ, ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ, നല്ല ചികിത്സാ സൗകര്യങ്ങൾ എന്നിവ ക്രമീകരിച്ച് നൽകി വരുന്നു. ഇനി നമുക്ക് നോക്കാം ഏതെല്ലാം പദാർത്ഥങ്ങളുടെ ഉപയോഗം അഥവാ ദുരുപയോഗമാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന രോഗാവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളത്. 3 തരം പദാർത്ഥങ്ങൾ ഇതിനകത്തുണ്ട്. ആദ്യത്തേത് ലീഗൽ ഡ്രഗ്സ്, നിയമാനുസൃതമായ ഡ്രഗ്സ്. രണ്ടാമത്തേത് ഇല്ലീഗൽ ഡ്രഗ്സ്, നിയമാനുസൃതമല്ലാത്ത ഡ്രഗ്സ്. മൂന്നാമത്തേത് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്, അതായത് ഒരു ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം ഒരു നിർദ്ദിഷ്ട അവസ്ഥയ്ക്ക് നിർദ്ദിഷ്ട കാലയളവിൽ നിർദ്ദിഷ്ട തോതിൽ തരുന്ന മരുന്നുകൾ, ആ കാലയളവിനപ്പുറവും ഈ നിർദ്ദിഷ്ടമായ ഉദ്ദേശത്തിനല്ലാതെ കൂടുതൽ തോതിൽ അത് കഴിക്കുകയും അതിന് അടിമപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോഴാണ് നമ്മളത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡറായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ ഇല്ലീഗൽ ഡ്രഗ്സിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നത് മരിജുവാന, ഹാഷിഷ്, കാനബിസ് അടങ്ങിയ പദാർത്ഥങ്ങൾ, കൊക്കെയിൻ, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ഇവയൊക്കെയാണ്. ബാർബിട്രേറ്റ്സ്, അതുപോലെ ബെൻസോഡയസപൈൻ, ഹിപ്നോട്ടിക്സ്, അതായത് സ്ലീപ്പ് ഡ്രഗ്സ്, ചില തരത്തിലുള്ള ഡിപ്രസൻസ്. ഇതുകൂടാതെ ക്ലബ് ഡ്രഗ്സ് എന്നറിയപ്പെടുന്ന MDMA, ഹാലൂസിനോജൻസ്, LSD, ഇൻഹേലൻസ്, അതായത് പെയിൻ തിന്നേഴ്സ്, ഗ്യാസോലിൻ, ഇവയൊക്കെ ഓപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ്. വേദന സംഹാരി ആയതുകൊണ്ട് തന്നെ ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ മദ്യം, അതുപോലെ തന്നെ നിക്കോട്ടിൻ, പുകവലി.